നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളാരും പലവരും ചോദിക്കാൻ വിട്ടുപോയൊരു സാധനമാണ് ഞാൻ തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഇന്ന് ആൺപിള്ളേരുണ്ട്, അറിയാമല്ലോ. നമുക്കിപ്പോൾ 1 വയസ്സ് മുതൽ നമ്മുടെ വീടുകളിലുള്ള പിള്ളേരുടെ കാര്യം തന്നെയാണ് ഞാനീ പറയുന്നത്. അവരെ വളർത്തി വലുതാക്കി എടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കുറേ രീതികൾ, അവരെ ആ ശരീരത്തുണ്ടാകുന്ന വളർച്ചകൾ, ഇതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മളെ ആൺകുട്ടികളെ വളർത്തുന്നത് ശരിക്കും ആൺകുട്ടിയായിട്ട് തന്നെയാണ് വളർത്തുന്നത്. ഒരച്ഛനും ഒരു പെൺകുട്ടിയെ വളർത്തുന്നത് പെൺകുട്ടിയായിട്ട് തന്നെയാണ് വളർത്തുന്നത്. അപ്പോൾ ആണും പെണ്ണും നമുക്കറിയാമല്ലോ, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇന്നത്തെ പയ്യന്മാരുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇന്ന് നമ്മുടെ ഈ പയ്യന്മാരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സ് 16 വയസ്സ് കഴിയുമ്പോൾ തന്നെ അവർക്കിപ്പോൾ ഷർട്ട് ഇടാതെ വെളിയിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നുവെച്ചാൽ വീട്ടിനകത്ത് നിന്നാലും അവർക്ക് ഷർട്ട് ഇട്ടേ പറ്റും. അഥവാ അവർ ഷർട്ടില്ലാതെ ഒന്ന് വീടിനകത്ത് നിന്നാൽ എല്ലാവരുടെ കളിയാക്കലും അവരനുഭവിക്കേണ്ടിയിരിക്കും. കാരണം അവനെ കണ്ടാൽ ഒരു പെൺകുട്ടിയുടെ ശരീരപ്രകൃതമാണ്. ഒന്ന് നോക്കിയാൽ നമ്മളെയൊക്കെ വീടുകളിലുള്ള ചില വീടുകളിലുള്ള അവരുടെയൊക്കെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഒന്ന് നോക്കിയേ. ഈ ആവശ്യമില്ലാത്ത ബേക്കറി പലഹാരങ്ങളും അതുപോലെ ബോയിലർ ചിക്കനൊക്കെ കഴിച്ച് ഈ നെഞ്ചെന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം. നെഞ്ച് അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗം ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ ശരിക്കും ഒരു 17, 18 അല്ലെങ്കിൽ 19 വയസ്സായ ഒരു പെൺകുട്ടിയുടെ അതേ ശരീരപ്രകൃതമാണ് അവരുടേത്. ഈ തല മാറ്റിയിട്ട് ഇവരെ തലയൊന്ന് കട്ട് ചെയ്തിട്ട് മൊബൈലിൽ പടം ഇടുക അല്ലെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്ത് സ്വയം നോക്കുകയോ ചെയ്താൽ സത്യം പറഞ്ഞാൽ അത് പെൺകുട്ടി നിൽക്കുന്നതെന്ന് തന്നെ തോന്നിപ്പോൾ തെറ്റിദ്ധരിച്ചു പോകും നമ്മൾ. അത്രയ്ക്ക് ഇപ്പോഴത്തെ പയ്യന്മാരുടെ കൊച്ചു പിള്ളേരുടെ ശരീരവാക്ക് ഇപ്പോൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നു, ഇപ്പോൾ ആരെങ്കിലും ഒരു പെൺകുട്ടി ഓടി വന്ന് കതക് തുറന്ന് നോക്കും ആരാ വീട്ടിൽ വന്ന്. അപ്പോൾ അത്രയ്ക്ക് മനസ്സിലാവും ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന അത്രയും ഒരു വിശ്വാസം പോലും നമ്മളൊരു ആൺപിള്ളേർക്ക് അവരുടെ ശരീരത്തിനോട് ഉറപ്പില്ല. അപ്പോൾ ഒരു വിശ്വാസമില്ല. അവർ പെൺപിള്ളേരൊന്ന് ഓടി വന്ന് കഥ തുറന്ന് നോക്കും, ഇതാരാ വന്നത്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്ന് കഥ തുറന്ന് അവർ കൊടുക്കും. പക്ഷേ ആൺകുട്ടി എപ്പോഴും കർട്ടൻ്റെ മറയിലായിരിക്കും ഒളിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ കാരണം അവന് നെഞ്ച് മുറയ്ക്കാതെ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. അവൻ ചിലപ്പോൾ വീട്ടിൽ നിൽക്കുന്നില്ല, അവൻ ബനിയനോ ഷർട്ടോ ഒന്നും ഇടാതായിരിക്കും അവൻ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ചേച്ചിയോ അനിയത്തിയോ പറയും അതാ ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാം, ഓടിച്ചെന്ന് ആദ്യം നോക്കുന്നത് ടീഷർട്ടോ ബനിയനോ അല്ലെങ്കിൽ ഷർട്ടോ എന്തൊക്കെയാണ് പെട്ടെന്ന് തപ്പിയെടുത്ത് നോക്കും. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അവൻ നേരെ കർട്ടൻ്റെ മറയിലങ്ങ് ഒളിക്കും, ഇങ്ങനെ ഒളിച്ചങ്ങ് നിൽക്കും, എന്നിട്ട് തല മാത്രം കാണിച്ചങ്ങ് നിൽക്കും. ആ ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ പയ്യന്മാരുടെ പോക്ക്. അത് മാറണം. അതിനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെയുള്ള പിള്ളേർ നമ്മളെ വീടുകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയണം, നിങ്ങൾ നേരെ ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ഫാറ്റ് ആഹാരം, അതായത് കൊഴുപ്പുള്ള ആഹാരം കുട്ടിക്ക് കൊടുക്കാതിരിക്കുക. അതുപോലെ ഈ ബോയിലർ ചിക്കൻ കഴിയുന്നതും അത് അവർക്ക് കുറച്ച് ദിവസത്തേക്ക് കൊടുക്കാതിരിക്കുക. അവരുടെ ശരീരമൊക്കെ ഒന്ന് ശരിയായതിന് ശേഷം കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് പക്ഷേ വ്യായാമം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും അടുത്തുള്ള ഒരു ഹെൽത്ത് ക്ലബ്ബിൽ മോനെ പറഞ്ഞയച്ച് ശരിക്കും പറഞ്ഞാൽ അവനെ ഒരു നല്ലൊരു ആൺകുട്ടിയാക്കി തന്നെ എടുക്കണം. കാരണം അവന് ആരടുത്ത് വന്നാലും അവന് നെഞ്ച് നിവർന്ന് നിൽക്കണം, അവൻ്റെ നെഞ്ച് കാണിക്കണം. ആൺപിള്ളേരും പെൺപിള്ളേരുടെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നത്തെ കാലത്ത് ഇത്രയേ ഉള്ളൂ. ആൺപിള്ളേർക്ക് നെഞ്ച് മറയ്ക്കാതെ നിൽക്കാം, പെൺകുട്ടികൾക്ക് നെഞ്ച് മറച്ചേ നിൽക്കാൻ പറ്റും. ഞാൻ ഒന്നാലോചിച്ച് ചോദിക്കാതെ, പെൺകുട്ടികൾ ഇന്ന് ആൺകുട്ടികളെക്കാളും ഏത് മേഖലയിലും അവർ മികവ് തെളിയിക്കുന്നവരാണ്. നമുക്ക് ഒരു കാരണവശാലും പെൺകുട്ടികളെ ഇനി പണ്ടത്തെ പോലെ ഇത് പെണ്ണാണ് നമുക്ക് ആ കുട്ടിക്ക് ചെയ്തുകൂടാ, ആണുങ്ങൾ ചെയ്യേണ്ട ജോലി അങ്ങനെയൊന്നുമില്ല. എല്ലാ മേഖലയിലും പെൺകുട്ടികൾ കരുത്താർജിച്ച് വരണ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആൺപിള്ളേരെ വളർത്തുമ്പോൾ അവർ നെഞ്ച് മറയ്ക്കാതെ നെഞ്ച് വിരിച്ച് നിൽക്കാനുള്ള ഒരു അവസരം കൂടി നമ്മളെ വീട്ടുകാർ ശ്രദ്ധിച്ച് അവരെ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. എന്തെല്ലാം നമ്മൾ ആവശ്യങ്ങൾക്ക് കാശിലാകുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ മക്കൾ സമയം ചിലവഴിക്കുന്നു, എന്തെല്ലാം നമ്മൾ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിലൊരു നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ തന്നെയാണ് 1 മണിക്കൂർ എവിടെയെങ്കിലും തൊട്ടടുത്തൊരു ഹെൽത്ത് ക്ലബ്ബിൽ നമ്മളെ മോൻ്റെ ശരീരം കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് മോശമാണ്, ഇവനിങ്ങനെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നുന്ന ഒരു അച്ഛനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സഹോദരനുണ്ടെങ്കിലോ ഇല്ല ഒരു അമ്മയുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സഹോദരിക്കോ തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹെൽത്ത് ക്ലബ്ബിൽ കൊണ്ടുകൊടുത്ത് അഡ്മിഷൻ എടുത്ത് പറയേണ്ടത്, പക്ഷേ ഇത് എൻ്റെ മോന് ഇത്രയും വയസ്സായി, അവനിന്ന് ഇങ്ങനെയാണ്, അവൻ്റെ ശരീരപ്രകൃതം കണ്ടല്ലോ, ഒന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരതിനുള്ള എക്സസൈസ് പഠിപ്പിച്ചു കൊടുത്ത് അതിനകത്ത് ഡയറ്റൊക്കെ കുറച്ച് പറഞ്ഞു കൊടുത്ത് ഒരു 3 മാസം കൊണ്ടെങ്കിലും
പുള്ളിക്ക് ഷർട്ടില്ലാതെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഇൻസ്ട്രക്ടറെ ഇതിൽ ചെയ്തു കൊടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെ ജിമ്മിൽ ഒരുപാട് പിള്ളേർ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ വളരെ രഹസ്യമായിട്ട് തന്നെ പിള്ളേർ പറയാറുണ്ട്, സാറേ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എൻ്റെ അവിടെ കയറി പിടിക്കും, എൻ്റെ ഇവിടെ കയറി പിടിക്കും, എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ബാത്റൂമിൽ പോകുമ്പോൾ എന്നെ പെമ്പിള്ളരെ പിടിക്കുമ്പോൾ എന്നെ പിടിക്കാറുണ്ട്, പൊന്താന്ന് വിളിക്കാറുണ്ട്, പൊങ്ങൻ ചെട്ടിന്ന് വിളിക്കാറുണ്ട്, തടിയാന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് സാറേ ഞാനിപ്പോൾ ഈ ജിമ്മിൽ വന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ അതിൽ നിന്ന് ഒന്ന് ശരിയാക്കി തരണം. അപ്പം ഞാൻ അവരുടെ പറയും, നീ പേടിക്കണ്ട, നിൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ നിനക്ക് നെഞ്ചു വിരിച്ച് നിൽക്കാനുള്ള അല്ലെങ്കിൽ നിനക്ക് തലവേർത്ത് നിൽക്കാനുള്ള ഒരു അവസരം ഞാൻ എന്നാലും ഉണ്ടാക്കിത്തരും. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയുന്ന പോലെ വ്യായാമം ചെയ്യ്, എല്ലാ ദിവസവും വന്ന് ചെയ്യണം, ഞാൻ പറയുന്ന ഫുഡ് നീ കഴിക്കുക, ഒരു 3 മാസം ഡയറ്റും നോക്കി ഒരു 3 മാസം നീ നമ്മളെ ജിമ്മിലൊന്നും ചെയ്താൽ തീർച്ചയായിട്ടും നിനക്ക് ആരുടെ മുമ്പിലും നിന്നെ പൊങ്ങൻ ചെട്ടിന്ന് വിളിച്ചവനെയും അതുപോലെ നിന്നെ പൊന്താന്ന് വിളിച്ചവനെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ നിന്നെ കുറ്റപ്പെടുത്തി അവിടെ ഇവിടെ പിടിച്ചവരെയൊക്കെ മുന്നിൽ നിനക്ക് തലവേർത്ത് നിൽക്കാനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കിത്തരും. പക്ഷേ ഒന്ന് നീ ചെയ്യണത്, ഇപ്പം നീ പഠിക്കുന്ന പോലെ അതുപോലെ നീ പഠിക്കുക, അതുപോലെ ജിമ്മിൽ വരാൻ 1 മണിക്കൂർ നീ സമയം കണ്ടെത്തി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വന്ന് ചെയ്താൽ തീർച്ചയായിട്ടും നിനക്ക് 3 മാസം ആകുമ്പോൾ നീ എന്താണ് ആഗ്രഹിച്ചോ അത് ഇവിടെ നിന്ന് കിട്ടിയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിത് മതിയാക്കും. അങ്ങനെയാണ് ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ആ പിള്ളേർ വരും, വളരെ സന്തോഷമാണ്. എല്ലാവരും നമ്മളിവിടെ വന്നിട്ട് 3 മാസം ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. എന്നാലും എന്തായാലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ജിമ്മിൽ പോയി ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള പിള്ളേരെ എത്രയും പെട്ടെന്ന് വ്യായാമം ചെയ്യിപ്പിച്ച് അവരെ ആമ്പിള്ളേരെ പോലെ ആര് വന്നാലും കഥക് തുറക്കാനും ആര് വന്നാലും മുന്നിൽ നിന്ന് സംസാരിക്കാനും അവരങ്ങനെ വേണം വളർത്തിയെടുക്കുക. അവർക്കുള്ള വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്താണ്, അവരുടെ ബോഡിയിൽ അവർക്ക് ഏതൊരു വിശ്വാസമില്ല. മറ്റുള്ളവർ എൻ്റെ ശരീരം കാണുമ്പോൾ എന്ത് തോന്നും. സത്യം പറഞ്ഞാൽ ഈ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ചില പിള്ളേരുടെ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 45 വയസ്സായ നമ്മുടെയൊക്കെ വീട്ടിലെ സഹോദരിമാരുടെ അതേ ശരീരം വാക്കാണ് ചില 20 വയസ്സും 22 വയസ്സായ പിള്ളേരുടെ ഈ സൈഡൊക്കെ ഇറങ്ങി കിടക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടൊക്കെ ആൾക്കാർ പറയല്ലേ 5 പെറ്റ പെണ്ണിനെ പോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്ന ഒരു പഴമൊഴിയെ കൊണ്ട് ഞാൻ ഈ ഉദാഹരണമൊക്കെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പിള്ളേർ ഞാനിന്ന് റോഡിൽ നിന്ന് പോകുമ്പോഴും നമ്മൾ പല കല്യാണത്തിന് പോകുമ്പോൾ അവർ മറ്റ് ചടങ്ങുകളിൽ പോകുമ്പോൾ മറ്റൊരു 4 പേര് കൂടുന്നിടത്തൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് പിള്ളേരെ അങ്ങനെ കാണാൻ പറ്റും. ടീഷർട്ടൊക്കെ ഇട്ട് അവർ വിചാരിക്കും, അവർ എനിക്ക് തോന്നാറുണ്ട് ഇവരെന്താ ഒരു ശരീരം ഇങ്ങനെ ഈ കണ്ണാടി പോയി നോക്കാതെയാണോ അവർ ഈ ടീഷർട്ട് ഇട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ശരീരം ഒന്ന് കുറപ്പിച്ചുകൂടെ ഈ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ വീട്ടുകാർക്കൊന്ന് ശ്രദ്ധിച്ചുകൂടെ, അല്ലെങ്കിൽ പയ്യന്മാർക്ക് കുറച്ചുകൂടി ബോഡി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്. ഇന്ന് ഓരോ കിലോമീറ്ററും ചുറ്റളവിൽ 2-3 ജിമ്മ് അല്ലെങ്കിൽ 5 ജിമ്മോളം ഉള്ള ഈ കാലഘട്ടത്തിൽ അവർക്ക് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ജിമ്മ് സെറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും 50 ലക്ഷം 60 ലക്ഷം രൂപയാവും. പക്ഷേ അത് എന്നാലും അവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഫീസാണ്. ഇന്ന് വ്യായാമം ചെയ്യാനുള്ള സംവിധാനത്തിനാണ് അല്ലെ ശരീരം സംരക്ഷിക്കാനുള്ള ഉപയോഗങ്ങൾ അത്രയും ഉപകരണങ്ങൾ വാങ്ങിച്ചാൽ വളരെ റേറ്റ് കുറച്ചാണ് പല ജിമ്മിലും ഈ പിള്ളേർക്ക് ആരോഗ്യ പരിപാലന രംഗത്ത് എല്ലാവരും നിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്കറിയാവുന്ന തന്നെയാണ് എല്ലാ ജിമ്മിലും 500, 300, 200, ചില പല ജിമ്മുകളിലും ചിലപ്പോൾ 1000, 1500 കൊണ്ടെന്ന് പറയുന്നില്ലേ ഉണ്ട് എന്ന് പറയുന്നു. അതും ഓക്കെ, അവിടെ പോയാൽ അതിൻ്റെ ഫെസിലിറ്റീസ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എവിടെ പോയാലും അവർ വ്യായാമം ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പോംവഴിയുള്ളൂ. അത് എത്രയും പെട്ടെന്ന് നമ്മളെ വീടുകളിൽ ഇതുപോലത്തെ മക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ഏതെങ്കിലും ഹെൽത്ത് ക്ലബ്ബിൽ കൊടുത്ത് വ്യായാമം ചെയ്യിപ്പിച്ച് അവരെ നല്ല ആൺപിള്ളേരെ പോലെ ചുറുചുറുപ്പോടെ വളർത്തി വലുതാക്കി അവരെ രാജ്യത്തിൻ്റെ ഒരു സമ്പത്ത് ആരോഗ്യം അമൂല്യ സമ്പത്ത്, ആരോഗ്യമുള്ള ജനത നാടിൻ്റെ സമ്പത്ത്, രാജ്യത്തിൻ്റെ സമ്പത്ത്, അങ്ങനെ തന്നെ അവരെ വളർത്തിയിടണം. ഒരു കാരണവശാലും നമ്മളെ മക്കൾ ഒരു കർട്ടൻ്റെ മറകിലും ഒളിക്കാത്ത രീതിയിൽ അവരെ വളർത്തണം. അവരെ ആമ്പിള്ളേരെ പോലെ നല്ല തലയുയർത്തി നിൽക്കട്ടെ. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ അവരെക്കുറിച്ച് പറയാനുള്ളത്.